ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രി കണ്ഠരര് രാജീവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തി. സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾക്കായി കൂടുതൽ പരിശോധന നടത്തും. പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുവന്നത് തന്ത്രിയാണെന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ആർ അനന്തകൃഷ്ണൻ വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, ഗുഡ് മോർണിംഗ്. തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമെന്ന പല കാര്യങ്ങളും ഇപ്പോഴിതാ പുറത്തേക്ക് വരുന്നു. തന്ത്രി യാതൊന്നും ചെയ്തിട്ടില്ല എന്നതാണ് തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. നിരപരാധിയാണെന്ന് അറസ്റ്റിലായ ശേഷവും പറയുന്നുണ്ട്. പക്ഷേ ചില ബന്ധങ്ങൾ ഇതാ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു, സാമ്പത്തിക ഇടപാടുകളടക്കം. വിശദാംശങ്ങൾ എന്തൊക്കെ അനന്തൻ? ഗുഡ് മോർണിംഗ് മോത്തി. ശബരിമല അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു പകലാണ് ഇന്നലത്തേത്. കേരളം ഏറ്റവും പരിപാവനമായി കരുതുന്ന ആരാധനാലയം ശബരിമല, ആ ശബരിമലയിലെ പ്രധാനപ്പെട്ട ആചാര്യ സ്ഥാനത്തുള്ള തന്ത്രി പരമ്പരയിൽപ്പെട്ട കണ്ഠരര് രാജീവരര് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് ഇന്നലെ അയ്യപ്പ ഭക്തർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പക്ഷേ നമുക്കറിയാം, അന്വേഷണത്തിൻ്റെ തുടക്കം മുതൽ അന്വേഷണത്തിൻ്റെ ഒരു വഴിധാര ഈ തന്ത്രി കുടുംബത്തിലേക്കും നീങ്ങിയിരുന്നു. ചില സംശയങ്ങൾ തുടക്കം മുതലേ ഉണ്ടായിരുന്നു. പക്ഷേ അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് ഇത്രയും വൈകാനുള്ള കാരണവും. ഏതായാലും ഇന്നലെ അറസ്റ്റ് ചെയ്ത വാർത്ത പുറത്തു വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. അത് ഈ അറസ്റ്റിലേക്ക് നയിച്ചത് തന്ത്രി കണ്ഠരര് രാജീവരര് ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ അതിന് താന്ത്രികമായ ഒരു ഉത്തരവാദിത്വം പാലിച്ചില്ല. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് ഈ ദേവസ്വം ബോർഡിൻ്റെ നീക്കത്തെ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും നടത്തിയ നീക്കത്തെ തടഞ്ഞില്ല എന്നതൊക്കെയായിരുന്നു. അതിനും അപ്പുറം ചില കണ്ടെത്തലുകൾ കൂടി SIT കണ്ടെത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് തന്നെ കണ്ഠരര് രാജീവരരാണ് എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കണ്ഠരര് രാജീവരും തമ്മിൽ പരിചയം തുടങ്ങുന്നത് ബംഗളൂരുവിലെ ശ്രീരാംപുര ക്ഷേത്രത്തിൽ നിന്നാണെന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ കാരണമായിട്ട് SIT അതിൻ്റെ തെളിവുകൾ ശേഖരിച്ചപ്പോൾ വ്യക്തമായത്, ഈ ശ്രീരാംപുര ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി തുടക്കത്തിൽ. അവിടുത്തെ ഈ ശ്രീരാംപുര ക്ഷേത്രത്തിൻ്റെ താന്ത്രികാവകാശം അവിടുത്തെ പ്രധാനപ്പെട്ട തന്ത്രി കണ്ഠരര് രാജീവരര് തന്നെയാണ്. അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത്. ആ ബന്ധമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലേക്കുള്ള വഴിയൊരുക്കിയതെന്നാണ് SIT കണ്ടെത്തിയത്. പിന്നീട് ശബരിമലയിലെ കീഴ്ശാന്തിയുടെ പരികർമ്മിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നതും തന്ത്രി കണ്ഠരര് രാജീവരുടെ ഒരു ഉത്തരവാദിത്തത്തിലും അറിവോടെയും ഒപ്പം തന്നെ സമ്മതത്തോടെയും കൂടിയാണ് എന്ന് SIT കണ്ടെത്തിയിട്ടുണ്ട്. അതിനുമപ്പുറം ഉണ്ണികൃഷ്ണൻ പോറ്റിയും കണ്ഠരര് രാജീവരനും തമ്മിൽ സാമ്പത്തികമായ ഇടപാടുകൾ, സാമ്പത്തിക ബന്ധമുണ്ട് എന്നുള്ള ചില തെളിവുകൾ കൂടി SITക്ക് ലഭിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം വേണമെന്ന് തുടരും. ഞാൻ അനന്തനിലേക്ക് തിരികെ വരാം. താൻ നിരപരാധിയാണ് എന്ന് തന്ത്രി കണ്ഠരര് രാജീവര് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കേസിൽ കുടുക്കിയതാണോ എന്ന ചോദ്യത്തിന് അതേന്നായിരുന്നു മറുപടി. സബ് ജയിലിലേക്ക് കൊണ്ടുപോകും മുൻപ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴായിരുന്നു പ്രതികരണം. സാർ, എന്തെങ്കിലും പറയാനുണ്ടോ? നിരപരാധിയാണോ? കുറ്റം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. കുറ്റം ചെയ്തിട്ടില്ല. ഇല്ല. താങ്കളെ ആരെങ്കിലും കുടിക്കിയതാണോ സാർ? ആരെങ്കിലും കുടിക്കിയതാണോ? അതെ.